2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരിയിൽ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. കഴക്കൂട്ടം മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലം, വട്ടിയൂർക്കാവ് മണ്ഡലം, നേമമണ്ഡലം ഈ സ്ഥലങ്ങളിലെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ അവര് ജനങ്ങളോട് സംസാരിക്കുന്നത്, ഒപ്പം വോട്ടർമാരുടെ അഭിപ്രായങ്ങളും കാണുക. ജനസമക്ഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിലെ ബഹുമാന്യായ ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹം 3-ാം തവണ വീണ്ടും മത്സരത്തിലേക്ക് ഇറങ്ങിയാണ്. ഒരുപാട് വികസനങ്ങൾ ഈ മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങളുടെ ഒരു ചോദ്യം, സാർ ഇനി വിജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മണ്ഡലത്തിന് വേണ്ടി കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റുകൾ? മുഖ്യമായിട്ടും ഇപ്പോൾ 10 വർഷമായിട്ട് നമ്മൾ തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ചെയ്തതൊഴിച്ച് ബാക്കി നടന്നു വരുന്നത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുമുള്ള എൻ്റെ ഉത്തരവാദിത്വം. 10 വർഷക്കാലത്തെ എൻ്റെ കഠിനമായിട്ടുള്ള പരിശ്രമമായിരുന്നു മണ്ഡലത്തെ 6-7 വാർഡുകളിൽ അനുഭവപ്പെടുന്ന കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കുക എന്ന് പറയുന്നത്. വലിയ പ്രശ്നമാണ്. പഴയ 65 വർഷം പഴക്കമുള്ള സിമന്റ് പൈപ്പിലൂടെയാണ് വെള്ളം പോകുന്നത്. പ്രഷർ കൊടുത്ത് അപ്പം പൊട്ടും. ഒരു പ്രാവശ്യം പൊട്ടിയാൽ 10 ദിവസം വെള്ളമില്ല. കറക്ഷനൊക്കെ വരുത്തി വീണ്ടും ഇട്ട് വെള്ളം പ്രഷർ കൊടുക്കും, വീണ്ടും പൊട്ടും. എങ്ങനെ ഇതൊരു നിത്യപ്രതിഭാസമായിട്ട് മാറിയതിന്റെ പശ്ചാത്തലത്തിലാണ് 2016 ഞാൻ വന്നപ്പോൾ 81 കോടിയുടെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ആ പ്രോജക്റ്റിന്റെ അവസാന ഫേസിൽ, അവസാന ലാപ്പിൽ നിൽക്കുകയാണ്. ഒരു 2 മാസം കൂടെ കഴിയുമ്പോഴേക്ക് അത് പൂർത്തിയാവും. ഇപ്പോൾ അത് മെയിൻ റോഡിലൂടെ സംഗീത നഗർ കടന്ന് പ്രധാനപ്പെട്ട മൺവിളയിലെ വാട്ടർ ടാങ്കിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇനി അതിന്റെ പരിശോധനകൾ, വെള്ളത്തിന്റെ പരിശോധന എല്ലാം നടത്തി കഴിഞ്ഞപ്പോഴേക്ക് കുടിവെള്ളം കിട്ടും. ആ കുടിവെള്ളം കിട്ടുക എന്നുള്ളതാണ് നമ്പർ 1 പ്രയോറിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്, ഇപ്പോൾ സ്വീകാര്യത മേൽപ്പാലത്തിന്റെ നിർമ്മാണം നടക്കുകയാണ്. ആ നിർമ്മാണം ത്വരിതഗതിയിലാക്കുക. അതിനോടൊപ്പം തന്നെ മെട്രോ, ട്രിവാൻഡ്രം മെട്രോ യാഥാർത്ഥ്യമാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ഡ്രീം. ഇനിയിപ്പോ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കൊച്ചി മെട്രോയ്ക്ക് സമാനമായിട്ട് ട്രിവാൻഡ്രത്തും മെട്രോ സാധ്യമാക്കുക. അത് ഹൈടെക് നഗരമായിട്ടുള്ള, IT നഗരമായിട്ടുള്ള, അതുപോലെ തന്നെ ടെക്നോ പാർക്കിന്റെ 4ാമത്തെ കേന്ദ്രവും അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് ഇതൊരു വാഗ്ദാനമാണ്. നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ LDF പറയാറുള്ളൂ. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്യും. ഇപ്പോൾ സ്വീകാര്യത്തെ മേൽപ്പാലം തന്നെ ഒരു മെട്രോ വന്നാൽ മെട്രോയ്ക്ക് കൂടെ പോകുന്നതിന് സൗകര്യപ്രദമായിട്ടുള്ള തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഉറപ്പെന്ന് പറയുന്നത്. എന്നാലും സാറ് തിരക്കിനിടയിൽ ഞങ്ങൾക്ക് 2 മിനിറ്റ് സമയത്തുള്ള സന്തോഷം. ഞങ്ങളുടെ എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, താങ്ക് യു. ഇവിടെ താമസിക്കുന്ന? അതെ. പേരെന്താ? രാജേന്ദ്രൻ. എന്റെ പേര് സേതു. അപ്പോൾ ഇവിടെ ആരാണ് ജയിക്കാൻ സാധ്യത നിങ്ങളുടെ കഴക്കൂട്ടം മണ്ഡലത്തിലാണ്? കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJP സ്ഥാനാർത്ഥി V മുരളീധരൻ ജയിക്കാനുള്ള സാധ്യത. പിന്നെ കഴക്കൂട്ടത്ത് മേൽപ്പാലം വളരെയധികം ട്രാഫിക് കുരുക്കിൽപ്പെട്ട് വളരെയധികം മണിക്കൂറോളം കാത്തു കിടന്നിട്ടാണ് ഒരു വണ്ടി കഴക്കൂട്ടത്ത് അല്ലെങ്കിൽ അപ്പുറത്തോട്ടായി എത്തുന്നത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയോടുകൂടി ഒരുപാട് 60,000 കോടി രൂപയാണ് നമ്മുടെ ഈ ഹൈവേ വികസനത്തിന് വേണ്ടി പ്രധാനമന്ത്രി മുടക്കിയത്. അപ്പൊ അത്തരം വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നമ്മളെ കേരളത്തിലും എത്തത്തക്ക രീതിയിൽ ഒരു നല്ലൊരു ഭരണം BJP കാഴ്ചവെക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇന്ന് ഈ V മുരളീധരൻ ജയിക്കും എന്നുള്ള ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആര് ജയിക്കുക? മുരളീധരൻ തന്നെയാണ് ജയിക്കുക. ഇവിടെ നമുക്ക് ശക്തമായ ഒരു അടിയൊഴുക്ക് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം അതിന് ഉദാഹരണം നമ്മുടെ കൗൺസിലറാണ് ഈ നിൽക്കുന്നത്, നമ്മുടെ സുധേവൻ ചേട്ടൻ. അപ്പം ഇവിടെ ഒരു മാറ്റം വേണം, ഈ നാട്ടിനകത്ത് നല്ലൊരു മാറ്റം വേണം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാരെല്ലാവരും. ആ ഒരു മാറ്റം ഇവിടെ ശരിക്കും കാണുന്നുണ്ട്. നമുക്ക് സൈനിക് സ്കൂൾ വാർഡിന്റെ കൗൺസിലറെ നമുക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനോട് ചോദിക്കാം. നമസ്കാരം. എങ്ങനെയാ തോന്നുന്നു? താങ്കളുടെ അപ്രതീക്ഷിതമായ ഒരു വിജയമായിരുന്നു ഈ വാർഡിനകത്ത്, അല്ലേ? എനിക്ക് തോന്നുന്നു LDFന്റെ കോട്ട. LDFന്റെ കോട്ട എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഇവിടെ നിയമസഭയിൽ ആരാണ്? തീർച്ചയായിട്ടും നമ്മുടെ NDF സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് വേറെ ഒരു സംശയം. എന്റെ ചോദ്യത്തിന് പ്രസക്തിയില്ല, കാരണം ചോദിക്കുന്നത് തന്നെ BJPയുടെ തന്നെ ഒരു കൗൺസിലർ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. അബ്ദുൽ അസീസ്. ഓ, കഴക്കൂട്ടം മണ്ഡലത്തില് ഇത്തവണ ആര് ഭരണത്തിൽ വരും എന്ന് പറയുന്നത്? ജയിക്കും ആരാണ്? ജയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കുമെന്നാണ് അറിവ്.
അറിവ്. ശരി, താങ്കളോ? എന്റെ അറിവ് അവരാണ് എന്നാണ് അറിവ്. നസീർ പാർട്ടി ജയിക്കുന്നതാണ്. ജയിക്കുന്ന പേരെന്താ മേഡം? സജിത്ര. ചൈത്ര. ഇവിടുത്തെ ഓർഡറാണ്. ഇവിടെ അല്ല, കോട്ടയം. കോട്ടയം. ഇപ്പൊ കോട്ടയത്താണെങ്കിലും ഇത്തവണ ആര് അധികാരം വരാൻ സാധ്യതയുണ്ട്? 3 മുന്നണിയുണ്ട്. LDF ആണ് ഭരണത്തില്, UDF ഉണ്ട്, BJP ഉണ്ട്. ആരെയാണ് താല്പര്യം? താല്പര്യമാണോ ചോദിക്കുന്നത്? ആര് വരുമെന്നാണോ പറയുന്നത്? അല്ല, ആര് വരും ആണല്ലോ താല്പര്യം. അല്ല, താല്പര്യം അനുസരിച്ചല്ല, ആരായാലും LDF വരുമായിരിക്കും. LDF വരാനാണ് സാധ്യത അല്ലെ? പിന്നെ നമുക്കിവിടെ ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ ആര് ജയിക്കാൻ സാധ്യത? ജയിക്കാൻ സാധ്യത കടമ്പള്ളി സുരേന്ദ്രനാണ് ജയിക്കാൻ സാധ്യത അല്ലേ? ഇവിടുത്തെ ഓർഡറാണോ? അല്ല, ഞാൻ പുറത്തിലാണ്, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. കാര്യങ്ങൾ അറിയില്ലെങ്കിലും പിന്നെ കേരളത്തിലെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പില്ല, അപ്പൊ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റും? UDF ജയിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. UDF. ഓക്കെ. വോട്ട് എവിടെയാണ്? മലപ്പുറത്താണോ? മലപ്പുറത്താണ്. മലപ്പുറത്താണ്. ഓക്കെ, താങ്ക് യു. നമ്മളോടൊപ്പം ഉള്ളത് കഴക്കൂട്ടം മണ്ഡലത്തിലെ പകർപ്പനായ സ്ഥാനാർത്ഥി ശ്രീമാൻ വി മുരളീധരൻ സാറാണ്. നമുക്കൊന്ന് പരിചയപ്പെടേണ്ട കാര്യമില്ല, എങ്കിലും നമുക്കൊന്ന്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ മണ്ഡലത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ സാർ വിജയിച്ചു കഴിഞ്ഞു, സാർ ചെയ്യാൻ പോകുന്ന ഡ്രീം പ്രോജക്റ്റുകൾ നമുക്കൊന്ന് പറഞ്ഞേക്കാം. കഴക്കൂട്ടം മണ്ഡലം ധാരാളം വികസന സാധ്യതകളുള്ള സ്ഥലമാണ്. ഒന്ന്, ടെക്നോ പാർക്കിന്റെ കേന്ദ്രമാണ്. അവിടെ ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. 2, കഴക്കൂട്ടത്ത് ശ്രീചിത്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തൊട്ട് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വരെയുള്ള നിരവധി സ്ഥാപനങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജും തിരുവനന്തപുരം അതായത് കേരള സർവകലാശാലയും കേന്ദ്രമാണ്. ഇതിനൊക്കെയുള്ള സാധ്യതകൾ അനന്ത സാധ്യതകളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ അവിടുത്തെ മെഡിക്കൽ കോളേജിലുണ്ടായിട്ടുള്ള തീപിടുത്തത്തിൽ മരിച്ചില്ലെങ്കിലും തീപിടുത്തത്തിന് ശേഷം 5 രോഗികൾ ICUവിൽ കിടന്നിരുന്ന രോഗികൾ മരിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പം മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന, മനുഷ്യജീവിതം സുഖകരമാക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇപ്പോൾ മനുഷ്യന് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഈ ഡ്രീം പ്രൊജക്ട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വെള്ളം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം. ഇപ്പോൾ കഴക്കൂട്ടത്തുകാരുടെ എല്ലാവർക്കും വെള്ളം കിട്ടുക, എല്ലാവർക്കും വീടുണ്ടാവുക, താമസിക്കാൻ പറ്റുന്ന വീട്. എൻ്റെ കയ്യിൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച് ജീവിക്കുന്ന ദാരിദ്ര്യമുക്ത കേരളത്തിലെ വീടുണ്ട്. കേരളം ദാരിദ്ര്യമുക്തമായെന്നാണ് പറയുന്നത്, പക്ഷെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന നാടാണ്. അവരുടെയൊക്കെ സ്വപ്നം അടച്ചുറപ്പുള്ള വീട് എന്നുള്ളതാണ്. അവരുടെയൊക്കെ സ്വപ്നം കുടിവെള്ളം കിട്ടുക എന്നുള്ളതാണ്. അവരുടെയൊക്കെ സ്വപ്നം സഞ്ചരിക്കാൻ പറ്റുന്ന റോഡുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. തൊഴിലവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഞാൻ ഈ വലിയ വലിയ പേര് പറയാനുള്ള പദ്ധതികൾക്ക് പകരം 1.25 ലക്ഷത്തോളം വരുന്ന മണ്ഡലത്തിലെ ജനങ്ങൾ, ആ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടെ നിലവാരം അനുസരിച്ചിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക. മെഡിക്കൽ കോളേജിൽ എല്ലാവർക്കും പോകേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തുക. ഇതാണ് എൻ്റെ മനസ്സിലുള്ള വികസനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇതന്നെയാണ് സ്വപ്നം. വെള്ളം കിട്ടാത്തവന് വെള്ളം കിട്ടുന്നതല്ലേ ഏറ്റവും വലിയ സ്വപ്നം. സാർ 5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പം നമ്മുടെ തലസ്ഥാനത്തിന് വേണ്ടി സാർ ചെയ്ത വികസനങ്ങൾ കുറേ സംഗതികളുണ്ട്. എടുത്തു പറയാൻ പറ്റുന്നത്, കാരണം ഞങ്ങൾക്ക് ചിലത് ഓർമ്മ വരുന്നില്ല. എടുത്തു പറയുന്ന സാധനങ്ങൾ പറഞ്ഞു പറയാം. അതായത് മന്ത്രിയായിരുന്ന കാലത്ത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരവധി ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സഹായിച്ചു. കാരണം മനുഷ്യൻ ജീവിക്കുന്നത് സ്വന്തം ജീവന് വേണ്ടിയാണ്. ജീവൻ ഉണ്ടെങ്കിലേ ബാക്കിയുള്ളതൊക്കെ കിട്ടുള്ളൂ. ജീവൻ അപകടത്തിലായിരുന്ന ഘട്ടങ്ങളിൽ അവർക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട്, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉക്രൈനിലാണെങ്കിൽ ചെയ്തത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സുഡാനിൽ ചെയ്തത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കോവിഡ് കാലത്ത് ചെയ്തത്. കോവിഡ് കാലത്ത് വിദേശ രാജ്യങ്ങളിൽ അവിടെ കിടന്നിട്ട് ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലുണ്ടായിരുന്ന ആളുകളെ അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. ജീവനാണ് ഏറ്റവും വലിയ പ്രശ്നം.
അപ്പൊ അതിന്റെ തുടർച്ചയായി ഞങ്ങൾ ഈ മണ്ഡലത്തിന് സാറിനൊരു വാഗ്ദാനമല്ല നിറവേറ്റുമെന്നുള്ള പല കാര്യങ്ങൾ. അതായത് അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ജീവിതം സുരക്ഷിതമാക്കാൻ, മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തൽ, എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാതെ മരിക്കേണ്ടി വരുമോ എന്നുള്ള ഭയമില്ലാതെ ജീവിക്കൽ, അതാണ് ഉറപ്പ്. വിജയാശംസകൾ സർ. ആര് ജയിക്കും കഴക്കൂട്ടത്ത്? ഞാന് ഇവിടുത്തെ കേരളക്കാരൊന്നും ഇല്ല. എന്തായാലും എൻ്റെ അനുഭവത്തിന് ഞാൻ പറയും, എനിക്കറിയുള്ള LDF വരും. ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ് നമ്മളോടൊപ്പം സംസാരിക്കും. ഇവിടെ ആര് അധികാരത്തിൽ? എനിക്ക് ആരില്ല. അതായത് ഇവിടെ മണ്ഡലത്തിൽ ആര് ജയിക്കും? ഇടത് മുന്നണിയാണോ, BJP ആണോ, വലത് മുന്നണിയാണോ? ഞാൻ BJP ആണോ? നിങ്ങൾ BJP ആണ്. ഇത് പേരെന്താണ് പറയുന്നത്? പേരെന്താണ്? വിജയകുമാർ. വിജയകുമാർ. ഇവിടെ തന്നെയാണ് താമസം? താമസം കൊയ്ത്തുറുക്കണം. കഴക്കൂട്ടം മണ്ഡലമാണ്. കഴക്കൂട്ടം മണ്ഡലമല്ല, നെടുമങ്ങാട് മണ്ഡലം. നെടുമങ്ങാടല്ല. അവിടെ ആര് ജയിക്കാൻ സാധ്യതയുണ്ട്? അങ്ങനെ പറഞ്ഞ എന്നാലും നമുക്കൊരു മനസ്സിനകത്തൊരു ആഗ്രഹം, ഒരാൾ എന്നാലും ഇപ്പൊ അവിടെ ജയിക്കാൻ സാധ്യതയുള്ള നമ്മളെ മുൻ മന്ത്രിയാണ്, മുൻ മന്ത്രി JR അനിലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. കൂട്ടം മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? കടകംപള്ളി സുരേന്ദ്രൻ ജയിക്കും. പട്ടികക്കാരിൽ VK പ്രശാന്ത് ജയിക്കും. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ട മണ്ഡലത്തിന്റെ അതിപ്രഗത്ഭനായ ഒരു മുൻ MLA എന്ന് പറയാൻ കാരണം അദ്ദേഹം നേരത്തെ തവണ MLA ആയിരുന്നു. രണ്ടാം തവണ വീണ്ടും കഴക്കൂട്ടത്ത് മത്സരിക്കുകയാണ് UDF കാൻഡിഡേറ്റ് ആയിട്ട്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പരിചയപ്പെടാം. ഒരു സുപരിചിതനാണ്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഉള്ളത് ഏതാണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മത്സരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് കഴക്കൂട്ടത്തിന് എടുക്കാൻ കാരണം മത്സരിക്കാൻ? ഇതെന്റെ ആത്മബന്ധവും ഹൃദയബന്ധമുള്ള സ്ഥലമാണ്. ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല, എൻ്റെ പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഈ മണ്ഡലത്തിന് കോൺഗ്രസിന്റെ അടിത്തറയുള്ള മണ്ഡലമാണ്. തലയക്കുന്നിൽ ബഷീർ MLA ആയി, മുഖ്യമന്ത്രിയായി ആയിരിക്കെ AK ആന്റണി MLA ആയി, MM ഹസൻ MLA ആയി, MB രാഘവൻ MLA ആയി, MA വാഹിദ് 3 തവണ MLA ആയി. ഒരു ചെറിയ ഗ്യാപ്പിൽ ഒരു ക്ഷീണം, കോൺഗ്രസിന് സംഘടനാപരമായി ചെറിയ ചെറിയ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായ ഒരു ക്ഷീണം. ആ ക്ഷീണത്തിന്റെ ഇടയിൽ കൂടി LDFന്റെ ഒരു നുഴഞ്ഞു കയറ്റവും കുറച്ചൊക്കെ ഒരു BJPയുടെ നുഴഞ്ഞു കയറ്റവും വന്നു. ഇപ്പോൾ ഒരു ഗുണം, ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം 2 സർക്കാരുകൾക്കുമെതിരെയുള്ള ഒരു ജനവികാരമുണ്ട്. അങ്ങ് ജയിച്ചു വരികയാണെങ്കിൽ ഈ മണ്ഡലത്തിന് വേണ്ടി താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡ്രീം പ്രോജക്റ്റുകൾ ഒരുപാട്, നിങ്ങളുടെ പ്രകടന പത്രികയുടെ വാഗ്ദാനങ്ങളല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഡ്രീം പ്രോജക്റ്റ് എനിക്ക് എന്റെ മണ്ഡലത്തിൽ, അപ്പൊ താങ്കൾ പറഞ്ഞു എന്റെ സ്വദേശമാണ് ഈ സ്ഥലം, ഞാൻ ജനിച്ചു വളർന്നതാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കോളേജാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്റെ മനസ്സിൽ കാണും, അത് ഞങ്ങളിലൂടെ പറയാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ ഞങ്ങളെ പ്രകടന പത്രികയെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ഇന്ന് ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് UDF കമ്മിറ്റി ഇരുന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കാര്യം എല്ലാ സ്ഥലത്തെയും നമ്മുടെ പ്രാദേശിക നേതാക്കന്മാരുമായി ആലോചിച്ച് വേണം ഇത് ചെയ്യാൻ. പക്ഷെ എങ്കിലും ഇതൊരു സമ്പൂർണമായ ഭവന ഇല്ലാത്ത ആളുകളുള്ള ഒരു മണ്ഡലമാക്കി മാറ്റുക, ഭവനരഹിതർ ഉണ്ടാകരുത് ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ 5 കൊല്ലം കഴിഞ്ഞ്, അതൊരു പ്രധാന പദ്ധതിയാണ്. ഒപ്പം അശരണരായി രോഗികൾ ആരും ഉണ്ടാകാൻ പാടില്ല. മരുന്ന് വാങ്ങിക്കാൻ, ചികിത്സയ്ക്ക് പോകാൻ കഴിയാതെ ഒരു രോഗികളും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ വിദ്യാഭ്യാസം വഴിയിൽ വെച്ച് മുടങ്ങിപ്പോകുന്ന ഒരു കുട്ടികളും ഒരു വീട്ടിലും ഉണ്ടാകാൻ പാടില്ല. ഇത് ഞങ്ങൾ 3 പ്രധാനപ്പെട്ട പ്രോജക്റ്റിലാണ്. പിന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നമുണ്ട്. ഇത് ശാശ്വതമായി, ഇത് എവിടെയെങ്കിലും 2 എഞ്ചിനീയർമാരോ 2 കോൺട്രാക്ടർമാരോ ഒത്തുകളിച്ചാൽ അവർക്ക് പൈസ അടിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒന്ന് തട്ടി പൊട്ടിച്ചിട്ടാൽ പിന്നെ ഒരാഴ്ച കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നം ഏതാണ്ട് പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം. എന്തായാലും അനുഭവിച്ചില്ലേ. പരിഹരിച്ചു എന്ന് പറയുമ്പോൾ പരിഹരിക്കുന്ന വരെ ഉണ്ടായ 1.5 ആഴ്ചത്തെ സ്ഥിതി എന്താ? ഇന്നലെയും ട്രിവാൻഡ്രം വാട്ടർ വർക്സിന്റെ അതോറിറ്റിയുടെ മുമ്പിൽ ആളുകൾ, റെസിഡൻസ് അസോസിയേഷൻ ആളുകൾ സത്യാഗ്രഹം നടത്തി അറസ്റ്റ് വരിക്കുന്ന ഘട്ടം വരെ ഉണ്ടായി. അപ്പോഴും അവരെടുത്ത് പറഞ്ഞത് ഏതാണ്ട് പരിഹരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, ഇതാണ് താങ്കൾ വെക്കാൻ പോകുന്ന ഈ മണ്ഡലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള 3 പ്രോജക്റ്റുകൾ. മറ്റെന്തെങ്കിലും എന്റെ മനസ്സിനകത്തൊരു സാധനങ്ങൾ, എന്റെ ജന്മനാടിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു സാധനം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്തറിയോ, രഹസ്യമായിട്ട് പറഞ്ഞാലും പരസ്യമാണല്ലോ, ചാനലിൽ കൂടെ അല്ലേ വരുന്നത്. അല്ലല്ല, ഇത് എന്റെ മണ്ഡലത്തിലെ പാർട്ടി, എന്നേക്കാൾ എത്രയോ പാരമ്പര്യം ഈ നിയമമണ്ഡലത്തിൽ പാർട്ടിക്കാർക്കുള്ളതാണ്.
അവർക്ക് ഓരോ സാധനങ്ങളുണ്ട്. കഴിഞ്ഞ LDF ഭരണത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും വീഴ്ചകൾ കൊണ്ട് അവർക്ക് പറ്റി അവരനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി വിത്തിൻ ഡേയ്സ് ഞങ്ങളുടെ ഒരു പ്രകടന പത്രിക ഞങ്ങൾ എടുത്തെത്തിക്കും. മുടങ്ങിക്കിടക്കുന്ന പദ്ധതി അല്ല, ഈ പഠന പത്രിക സ്ഥാനാർത്ഥി ലിസ്റ്റ് പോലെ നീണ്ടു പോകത്തില്ലല്ലോ. സ്ഥാനാർത്ഥി ലിസ്റ്റ് നീണ്ടല്ലേ. ലേറ്റസ്റ്റായി വന്നപ്പോഴത്തേക്ക് ലേറ്റായെങ്കിലും ലേറ്റസ്റ്റായി വന്നപ്പോൾ എല്ലാം തീർന്നില്ലേ? അത് കോൺഗ്രസ് അല്ലേ, ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. എന്നിട്ടോ വലിയ മിലിറ്ററി പാർട്ടി എന്ന് പറയുന്ന CPM-ന് മുഖ്യമന്ത്രിയുടെ കണ്ണൂർ പോലും ആളുകൾ റിവലായി ഇറങ്ങിയ സ്ഥിതി വന്നു. അതിനെ അപേക്ഷിച്ച് കോൺഗ്രസിൽ 101 ഉള്ളൂ. CPM-ലും BJP-ലും കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച് താങ്കൾക്ക് 1000 വിജയാശംസകൾ ഞങ്ങൾ നേരുന്നു. 3 പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ: സിറ്റിംഗ് MLA ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രിയും BJP-യുടെ സ്ഥാനാർത്ഥിയുമായ V മുരളീധരൻ, മുൻ MLA-യും കൂടെയായ ശ്രീമാൻ ശരത്ചന്ദ്ര പ്രസാദ്. ഈ 3 പ്രഗത്ഭരെ കഴക്കൂട്ട മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അവരുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടു. തീരുമാനിക്കാം നിങ്ങൾക്ക് ഇതിലെ ആര് വേണം ഇവിടുത്തെ MLA ആവേണ്ടത്. നിങ്ങൾക്ക് തീരുമാനിക്കാം. നന്ദി, നമസ്കാരം.